ഒന്നുകിൽ സ്വാതന്ത്ര്യം എന്ന വ്യവഹാരത്തെ അവളെങ്ങനെ എക്സസൈസ് ചെയ്യുന്നു, അവളെങ്ങനെ അനുഭവിക്കുന്നു, അവളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതൊരു ഭാഗത്ത്. 2, ഈ സ്വാതന്ത്ര്യം മറുഭാഗത്ത് ആർക്കൊക്കെയാണ്? എല്ലാത്തരം അധികാരമുള്ളത്. അത് ആണധികാരമാണ്. മൂലധനത്തിൻ്റെ, പണം അടക്കമുള്ള എല്ലാത്തരം മൂലധനത്തിൻ്റെയും, പണം മാത്രമല്ല മൂലധനം നാനാ രീതിയിലുണ്ട്. ക്യാപിറ്റൽ പല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പരസ്യത്തിനകത്ത് പോലും ഒരു ക്യാപിറ്റൽ, അണധികാരത്തിൻ്റെ ക്യാപിറ്റൽ വ്യവസ്ഥ നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാം. മാധ്യമങ്ങളായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. അങ്ങനെയുള്ള മറുഭാഗത്ത് അധികാരത്തിൻ്റെ വലിയൊരു ഘടന, ഇപ്പുറത്തെ വശത്ത് സ്വതന്ത്രതയും സ്വാതന്ത്ര്യം എന്ന മഹാ ആശയം ഏറ്റെടുക്കാനുള്ള സ്ത്രീയുടെ അഭിവാഞ്ച, മറുഭാഗത്ത് അധികാരം, എല്ലാത്തരം അധികാര ഘടനയും അതിനെ എതിർത്തുകൊണ്ടേ നിൽക്കുന്നു. ഈ ഒരു ഏറ്റുമുട്ടൽ ഇവിടെ മാത്രമല്ല, അത് കേരളത്തിൽ മാത്രമോ നമ്മൾ മാത്രമോ അനുഭവിക്കുന്നതല്ല. ലോകത്ത് എവിടെയും ആണും പെണ്ണും നേരത്തെ പറഞ്ഞ വിവിധ ജെൻഡർ രൂപങ്ങളുള്ള, ഇപ്പം നമ്മൾ അതിനെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? XY ക്രോമസോമും XX ക്രോമസോമും മാത്രമായിട്ടല്ല മനുഷ്യർ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. XXY ഉണ്ട്, XYY ഉണ്ട്. XXYയുടെ തന്നെ എത്രയോ അവാന്തരങ്ങളുണ്ട്. അതിന് നമ്മൾ അപ്പോഴും പേരിടുമ്പോൾ നല്ല പേരിടും. മഴവില്ല്, അത്ര കണ്ട് മഴവില്ലൊന്നുമല്ല അല്ലേ? അത്ര കണ്ട് മഴവില്ലൊന്നുമല്ല, അത്ര കണ്ട് മനോഹരവുമല്ല. ഞങ്ങൾക്കൊക്കെ ക്ലാസ് മുറി അനുഭവങ്ങൾ ധാരാളമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. അപ്പം അത്തരത്തിൽ അവാന്തരമായ ലിംഗവർഗ ഗണങ്ങളുള്ള ഈ ഭൂമുഖത്ത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമുള്ള വേർതിരിവ് പലയിടത്തും ഇപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1848 പെൺപള്ളിക്കൂട ഉണ്ടാക്കി അധ്യാപികമാർ കല്യാണം കഴിക്കാൻ കല്യാണക്കുറി കൊണ്ടൊന്ന് കൊടുത്താൽ പിരിച്ചുവിടുന്ന കാലം ഉണ്ടായിരുന്നു കേരളത്തിലും. അധ്യാപികമാർ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ അതൊരു തീരുമാനമാണല്ലോ. അങ്ങനെ തീരുമാനിച്ച് കല്യാണക്കുറി കൊണ്ട് കൊടുത്തപ്പോൾ തിരിച്ച് ആശീർവാദവും ബെസ്റ്റ് വിഷസൊന്നും അല്ല പറഞ്ഞ് നാളെ തൊട്ട് കോളേജിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ കാലവും അധികം ദൂരത്തൊന്നുമല്ല. സ്വാതന്ത്ര്യ അനന്തരവും കേരളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളവും മോശമൊന്നുമല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കേരളം മോശമല്ലെന്നുകൊണ്ടാണല്ലോ വിഷ്ണുജയ പോലുള്ള പെൺകിടാങ്ങൾ, വിസ്മയ പോലുള്ള പെൺകിടാങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം എന്ന സങ്കല്പത്തെ വിഷയം ചുരുക്കുന്നത് അങ്ങനെയാണ്. സ്വാതന്ത്ര്യം, ആരുടെ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യത്തെ നിർവചിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യാനുള്ള പെണ്ണിൻ്റെ അവസരങ്ങൾ എവിടെ? ഇപ്പുറത്ത് ഇതിനെ എതിർക്കുന്ന അധികാരഘടന, എല്ലാത്തരം അധികാരഘടനയും നിൽക്കുകയാണ്. എനിക്ക് ഇക്കാലത്തെ പെൺകിടാങ്ങൾ ഈ ചിറകുള്ള വായനയും ചിറകരിയുന്ന വായനയുണ്ടെന്നൊക്കെ പറയും നമ്മൾ. കുട്ടികൾ വായന എന്നുള്ള പുസ്തകം വായന മാത്രമൊന്നുമല്ല കേട്ടോ. ലോകത്തെ വായിക്കാം, നമ്മുടെ ചുറ്റുപാടിനെ വായിക്കാം, തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരിയുടെ മനസ്സ് വായിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും വായിച്ചിട്ട് കഥയില്ലെന്നാണ് നമ്മളൊക്കെ വിചാരിക്കാം. തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരി ഇന്നലെ വരെ വന്ന പോലല്ല ഇന്നിരിക്കുന്നത്. അവളുടെ കയ്യെ പിടിക്കുമ്പോൾ ഇന്നലത്തെ ചൂടും വീർപ്പും ഒന്നല്ല, ഇന്ന് എന്തോ സങ്കടം കൊണ്ട് മരവിച്ചിരിക്കുന്നു, ഒന്ന് ഇറുക്കി പിടിച്ചു നോക്കണം എന്ന് തോന്നിയില്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള വായന കൊണ്ട് ഒരു പ്രശ്നവും ഒരു കാര്യമില്ലെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത്, മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ഈ ചൂഷണത്തിൻ്റെ ധാനാഘടകങ്ങളാണ് ഈ പറഞ്ഞ അത്രയും പലതരത്തിൽ. നിങ്ങൾ നല്ലോണം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, ഇനി മൊബൈൽ ഉപയോഗിക്കരുതെന്നും പറയാൻ പാടില്ല. മൊബൈൽ ഫോണുകളും ഏത് പുതിയ ഗാഡ്ജറ്റ് ഉപയോഗിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യത കൂടി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനെയൊന്നും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ജീവിതമില്ല. അതേസമയം ഇതൊക്കെ നമ്മളെ ഭരിക്കാതെ നമ്മളിവരെയൊക്കെ ഭരിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പുറത്തെ വെച്ച് വന്ന സൗന്ദര്യം എന്ന സങ്കല്പം, പെൺകുട്ടികളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇന്നലെ വരെ ഇല്ലാത്ത, എല്ലാ കാലത്തും അങ്ങനെയാണ്, സ്ത്രീയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ഓരോ അവയവം കേന്ദ്രീകരിച്ച് പ്രകൃതി വസ്തുക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വർണ്ണനകൾ ഇതിഹാസകാലം മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ സംസ്കൃത കൃതികൾ മുതൽ ഇങ്ങോട്ട് വർണ്ണനകൾക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഞാൻ ഈ വിഷ്ണുജ എന്ന പെൺകുട്ടിയെ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ, അതിൻ്റെ ചിത്രം കണ്ടപ്പോൾ മെലിഞ്ഞ് അധികം ഒന്നുമില്ലാത്ത കുട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ക്യാമ്പസ് കാലത്ത് അന്ന് മെലിച്ചിലൊരു രോഗം പോലെയാണ്. മെലിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് വണ്ണം കുറയാനായിട്ട് പട്ടിണി കിടക്കുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമ്പസിൽ ഒരു 10-29-30 കാലം അധ്യാപികയായിരുന്നുണ്ട്. പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരെ കാലത്തെ ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ ഇതാണ് ഡയറ്റിങ്ങിലാണ് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞിട്ട് മെലിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ദ്രോഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തീരെ മെലിഞ്ഞു പോയതാണോ, അതിൻ്റെ സൗന്ദര്യക്കുറവൊന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു വെക്കുന്നത് ഇതിനെയൊക്കെ, അതായത് വ്യക്തി, മനുഷ്യർ എന്ന പൊതു കൽപ്പനയ്ക്കകത്തേക്ക് മനുഷ്യാവസ്ഥ എന്ന വിശാല പരിപ്രേക്ഷ്യത്തിലേക്ക് സ്ത്രീ, പെണ്ണ് എപ്പോൾ വരെ പരിഗണിക്കപ്പെടുന്നോ,
പരിഗണിക്കപ്പെടാതിരിക്കുന്നോ അന്നുവരെയും ഇത്തരം ചർച്ചകൾ തുടരുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. 2, പണ്ട് നബിയുടെ ഭാര്യ മുടി കോതി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കോതി ഉണക്കാനും അടിമസ്ത്രീയുണ്ട്, അടിമകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിമസ്ത്രീ തൈലമൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കൊണ്ടുപോയി എന്നാണ് അവകാശപ്പെടുന്നത്, ആ തൈലമൊക്കെ വെച്ചിട്ട് ഇവരുടെ മുടി കോതി ഓടിക്കൊണ്ടിരിക്കുമ്പം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കണു. അപ്പോൾ അവർ പറഞ്ഞു, ഖദീജ അവർ പറഞ്ഞു, നിർത്തു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു, നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കേട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇവരുടെ കേൾവിക്കകത്തേക്ക് ഏത് കയറുന്നില്ല, കാത് തുളച്ച് കയറുന്ന പള്ളിയിലെ ബാങ്ക് വിളി ഇവരെ അവർക്ക് വേണ്ടി കൂടി ഉള്ളതാണ് ഈ വിളി എന്ന ആശയത്തിലേക്ക് എത്തുന്നില്ല. മനസ്സിലായില്ലേ? വായിക്കണം ന്യൂനപക്ഷവും സ്ത്രീ സമൂഹവും എന്ന ഡോക്ടർ ഷംഷാദ് ഹുസൈൻ്റെ പുസ്തകമുണ്ട്. അതിൻ്റെ ആമുഖമാണ് ഞാനീ പറയുന്നത്.